രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണിക്കുകയാണ്. അതിലേക്ക് സംഭവമാണ്. ഒരു കുടുംബത്തിലെ 3 പേരാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അത് അവരുടെ ഞാൻ രഞ്ജുവായിട്ട് സംസാരിക്കുകയായിരുന്നു. വളരെയേറെ വിഷമം, സഹിക്കാൻ വയ്യാത്ത ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. അപ്പോൾ അവർ ആശുപത്രിയിൽ പോയി പരിശോധന കഴിഞ്ഞ് ട്രിപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അപ്പം ഇതാണ്. ഏതായാലും സർക്കാരിനെ കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ഈ കാര്യത്തിലും ഉണ്ടാകും. സെർച്ച് വീണ്ടും തുടരും. TG മോഹൻദാസിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ടില്ല. 6 ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഈ തെരച്ചിലൊന്ന് ഊർജിതമായത്. ഈ 6 ദിവസം ആ ഗോൾഡൻ അവേഴ്സിൽ പോലും വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. അതിനെപ്പറ്റി തീർച്ചയായിട്ടും അന്വേഷിക്കും. എന്താണെന്ന് സാധാരണ സംഭവം ഉണ്ടാകും അപ്പോൾ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ കീഴിലാണ്. നമ്മളപ്പോൾ തന്നെ നിർദ്ദേശം കൊടുത്തിരുന്നതാണ്. കോസ്റ്റ് ഗാർഡ് ഞാൻ കോസ്റ്റ് ഗാർഡ് IG അക്ബറുമായിട്ട് അപ്പം തന്നെ സംസാരിച്ചതാണ്. കോസ്റ്റ് ഗാർഡിന് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നാണ് അവർ പറയുന്നത്. പിന്നെ സാധാരണഗതിയിൽ ഇത്തരം സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ തദ്ദേശവാസികളെ കൂടി, കാരണം കടലിൽ പോകുന്ന പരിചയസമ്പന്നരായ മത്സ്യത്തൊഴിലാളികളെ കൂട്ടി പോകണമെന്ന് പറയാറുണ്ട്. അവരാദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ പരിശ്രമം ഇപ്പോഴും തുടരുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇന്നും അദ്ദേഹത്തോട് എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട്. ഇന്ന് ഞാൻ വീണ്ടും പറഞ്ഞത് അന്വേഷണം തുടരട്ടെ. ഇപ്പോൾ അന്വേഷണം നിർത്തിവെക്കേണ്ട കാര്യമില്ല. ഇപ്പം നേവി വന്നു, സ്കൂബ ഡൈവേഴ്സ് ഉണ്ട്. അന്വേഷണം നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. പിന്നെ എന്തെങ്കിലും അപാകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കും. കോസ്റ്റൽ പോലീസിന്റെ നവീകരണം ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. കോസ്റ്റൽ പോലീസിന് കൂടുതൽ സൗകര്യങ്ങളില്ല, സംവിധാനങ്ങളില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിക്കാനുള്ള നടപടി തീർച്ചയായിട്ടും അത് നോക്കുക. കോസ്റ്റൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പരിമിതമായ സൗകര്യങ്ങളാണ് പലപ്പോഴും അവർക്കുള്ളത്. അവർക്ക് വേണ്ടത്ര ബോട്ടുകളോ ഇല്ല, വാഹനമില്ല എന്നൊക്കെയുള്ള പരാതികളുണ്ട്. അത് ഏതായാലും ഈ സംഭവത്തോടെ കണ്ണു തുറപ്പിക്കും. അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കാനുള്ള നടപടി ഉണ്ടാകും. അപ്പോൾ അവർ ഈ ജീപ്പില്ല, ബോട്ടില്ല, അതൊക്കെയാണ് അവരുടെ പരാതികൾ. അപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് ഞാൻ കഴിഞ്ഞ തവണ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് അതിനൊരു ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഇതുവരെ പൂർത്തിയായിട്ടില്ല. 10 വർഷമായി. ഇപ്പം അത് പൂർത്തിയാക്കും. തന്നെയല്ല, അതിനാവശ്യമായ സൗകര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. സംശയം വേണ്ട. നമ്മളിപ്പോൾ ഇതങ്ങനൊരു രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കിടക്കണ്ട. കാരണം ഇതിപ്പം ഇങ്ങനെ ഈ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരാനാണ് ഞാനിവിടെ വന്നത്. വാസ്തവത്തിൽ ഒരു കുടുംബത്തിലെ 3 പേര് മരിക്കുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ കാണാതാവുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു ദുഃഖമാണ്. 10 ദിവസമായില്ലേ. അതാണ് അവരുടെ ഏറ്റവും വലിയ വിഷമം.